ഈ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? സുപ്രഭാതം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ മനോഹരമായി നിങ്ങളുടെ പേരും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരൊക്കെ എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അത്തരത്തിൽ നിങ്ങളുടെ പേരും എന്തും എഴുതി തരുന്ന, അറബിയിൽ എഴുതി തരുന്ന ഒരു സുഹൃത്ത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സുപ്രഭാതത്തിനോടൊപ്പം ഉണ്ട്. മുഹമ്മദ് ജസീം പൈസി എന്ന ഈ അതുല്യ പ്രതിഭ, വെറുതെ അതുല്യ പ്രതിഭ എന്ന് പറയല്ല, ഗിന്നസ് റെക്കോർഡ് നേടിയ പ്രതിഭയാണ് ജസീം. ജസീമിൻ്റെ വിശേഷങ്ങളും ജസീമിൻ്റെ കഴിയെഴുത്തും അക്ഷരങ്ങളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഷാർജ ബുക്ക് ഫെയറിൽ എത്തിയിട്ട് ഇത്രയും ദിവസത്തെ ഇവിടെയുള്ള സുപ്രഭാതത്തിലെ സ്റ്റാളിന് മുന്നിലുള്ള അനുഭവം എന്താണ്? അൽഹംദുലില്ലാ, വലിയ സന്തോഷം. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് തന്നെ ആദ്യമായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കാണ്. കാരണം അള്ളാഹുവിൻ്റെ ഒരു അപാരമായ അനുഗ്രഹം എന്ന് പറയാം, എനിക്ക് നൽകിയ ഒരു കാരുണ്യമായിട്ടുള്ള ഒരു കഴിവ്. അത് കാരണം മാത്രമാണ് ഞാൻ ഇന്ന് ഇത്രയും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലേക്ക് എത്തിപ്പെടാൻ കാരണം. അൽഹംദുലില്ലാ, കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയം പലർക്കും പല നഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ എനിക്കത് വല്ലാത്തൊരു പ്രോഫിറ്റ് ആയിരുന്നു. കാരണം ആ ഒരു ഒഴിവ് സമയം ഞാൻ വിനിയോഗിച്ചത് കൊണ്ട് ഇന്ന് അൽഹംദുലില്ലാ ആളുകൾക്ക് മുന്നിലും മറ്റ് രാജ്യക്കാരുടെ മുന്നിലും എനിക്ക് കൂടുതൽ ഒന്നില്ലെങ്കിലും നമ്മുടെ ഖുറാനിനെ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ ഖുറാനിൻ്റെ മഹത്വങ്ങൾ കാണിക്കാനും, ഖുറാനിനെ ഒരു വലിയൊരു സംഭവമാണ് ഓൾറെഡി, പക്ഷേ എങ്കിലും അത് കൈവിരലിലൂടെ വരുമ്പോൾ ആളുകൾക്ക് അതിലുണ്ടാകുന്നൊരു അത്ഭുതമുണ്ട്. അതിൽ അവരുടെ മുഖത്തുണ്ടാകുന്ന അവരുടെ എക്സ്പ്രഷനിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. ജസീമിന്റെ കാലിയോഗ്രാഫിയിൽ ഷാർജയുടെ ഉപഭരണാധികാരി മുതൽ നിരവധി എഴുത്തുകാർ, നിരവധി കുട്ടികൾ, എല്ലാ ആളുകളും ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഒക്കെ ഒരു സന്തോഷം എത്ര, എല്ലാവരുടെ പേരൊക്കെ എഴുതി കൊടുക്കുന്നതിൽ വലിയ സന്തോഷം. കാരണം എന്താ വെച്ചാൽ പലരും എഴുത്തുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരുടെ പേര് എഴുതുന്നത് ലൈവായിട്ട് അവർ കാണുമ്പോൾ മാഷാ അല്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു. ഒരു കൂടുതൽ എനർജി നമുക്ക് ഈ ഒരു ഫീൽഡിൽ വളരാൻ അവരുടെ ഒരു സപ്പോർട്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇത് പലർക്കും വല്ലാത്തൊരു എനർജി നൽകുന്ന, അല്ലെങ്കിൽ ഒരു ആകർഷണീയമായിട്ടുള്ളൊരു കലയാണെന്ന് നമുക്ക് അതിലൂടെ പൂർണ്ണമായിട്ടും വിശ്വാസമാവുകയാണ്. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. ജസീം ഒരു കാലിഗ്രഫി കോഴ്സൊക്കെ ലോഞ്ച് ചെയ്യാൻ പോവാണെന്ന് കേട്ടല്ലോ. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ നമ്മൾ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ് നാളെ ഹമീദ് അലി തങ്ങളെ കൊണ്ട് നമുക്ക് നമ്മുടെ കാലിഗ്രാഫി ഓൺലൈൻ കോഴ്സിൻ്റെ ഒരു ലോഞ്ചിങ് നടത്താനുള്ള ഒരു തീരുമാനമുണ്ട്. ഇൻഷാ അല്ലാ നാളെ അതിൻ്റെ ലോഞ്ചിങ് നടക്കും. ഇൻഷാ അല്ലാ ഞാൻ ഉദ്ദേശിക്കുന്നത് 3 മാസത്തെ ഓൺലൈൻ കോഴ്സാണ്. അതിൽ വിദ്യാർത്ഥികൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് അവർക്ക് ഈ ട്രഡീഷണൽ കാലിഗ്രാഫി, അതുപോലെ കമ്പോസിങ്, ഈ ലെറ്ററിങ് കണക്ഷൻ, അതുപോലെ ഒരു ബേസിക് ആയിട്ടുള്ള ലെവലിൽ അവർക്കൊരു കാലിഗ്രാഫർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിതിൽ നൽകാൻ പോകുന്നത്. ഇൻഷാ അല്ലാ കുറേ ആളുകൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, എപ്പോഴാണ് അതിൻ്റെ ലോഞ്ചിങ് എപ്പോഴാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും നമ്മൾ നാളെ ഇവിടെ വെച്ചിട്ട് ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനാണ്. ഏതായാലും അതിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏത് പ്രായക്കാർക്കാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക? അതിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും പറ്റും. കാരണം ഇതിന് താല്പര്യമാണ് ഇതിൻ്റെ ബേസ്. കാരണം ഇതിന് അത്രത്തോളം ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ്, അത്രത്തോളം ഫാസ്റ്റായിട്ട് അവർക്ക് അതിലൂടെ വിജയം ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു ഗ്യാരണ്ടി. മികച്ച കയ്യക്ഷരമുള്ളവർക്ക് മാത്രമാണ് വരാൻ? അങ്ങനെയല്ല, ഇതിൻ്റെ കാലിഗ്രാഫിയുടെ ഒരു സംഭവം എന്താ വെച്ചാൽ, നല്ല മികച്ച കയ്യക്ഷരം ഉള്ളവർക്ക് കാലിഗ്രാഫർ എത്രയും പെട്ടെന്ന് ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ നല്ല ഡ്രോയിങ് ചെയ്യുന്നവർക്കും പെട്ടെന്ന് പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഇതിനൊക്കെ വേണ്ടത് ഒരു താല്പര്യവും ഇതിനോടുള്ള അതിയായിട്ടുള്ളൊരു എന്താ പറയുക, അഭിരുചിയാണ്. അതിലൂടെ അവർക്ക് അക്ഷരങ്ങൾ എഴുതാൻ നല്ല വൃത്തിയുള്ള നല്ല കൈയക്ഷരമുള്ളവർക്കും ഈ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർക്കും അവർക്കൊക്കെ പെട്ടെന്ന് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. ഇതിനൊക്കെ ബേസിക് ആയിട്ട് പ്രാക്ടീസ്. ഇതിൽ കാണുന്ന ഇലുമിനേഷൻ വർക്കുകളൊക്കെ ജസീം ചെയ്താണോ? അതെ, തീർച്ചയായിട്ടും. ഏകദേശം 2.5 മാസത്തോളം സമയമെടുത്തിട്ടാണ് ഈ കാണുന്ന ഡിസൈൻ ചെയ്തത്. അതുപോലെ സമയമെടുത്തിട്ടാണ് മറ്റുള്ള ഈ പേജുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ പേജിന് അത്രയും സമയം എടുത്തിട്ടുണ്ട്. കാരണം
ഇത് അത്രയും മോനോ ബ്രഷ് വെച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത്രയും ഫോക്കസ് ചെയ്തിട്ട് വളരെ ഭയങ്കര സൂക്ഷ്മമായിട്ടുള്ള ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി ഇതിനേക്കാളും നമുക്ക് ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച്, നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ഇനിയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇത് കാലിഗ്രഫി പഠിക്കുമ്പോൾ കൂടെ തന്നെ പഠിക്കുന്നതാണത്? അല്ല, ഞാൻ കാലിഗ്രാഫിയുടെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണിത്. ഇസ്ലാമിക് ആർട്ട് എന്ന് പറയും. ഇത് ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് കോഴ്സ് എടുത്ത് പഠിച്ചതാണ്. ജസ്റ്റ് ഒരു 3 months കോഴ്സ് ഉണ്ടായിരുന്നു. അത് ചെയ്തിട്ട് ആണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. ഇലിമിനേഷൻ വർക്കൊക്കെ പഠിച്ചത് അല്ലേ? എല്ലാം തന്നെ എല്ലാം കൂടി ഏകദേശം 2 വർഷത്തോളാണുള്ളത് ടോട്ടൽ അല്ലേ? 2 വർഷത്തിലധികം. കാരണം 2 വർഷം ഞാൻ ഒരു റൗണ്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കണക്കേ ഉള്ളൂ. ഏകദേശം അതിനേക്കാളും കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. ഏകദേശം 2.5-2.25 വർഷത്തിന് ശേഷമാണ് ഗിന്നസിലേക്ക് വരുന്നത്. അതുവരെ ഇതിന്റെ ഇടക്കൊക്കെ ഓരോ പണികളൊക്കെ നടക്കണ്ടാവും, കുറ്റപ്പണികളും. 2 വർഷത്തിലേറെ, അതുപോലെ 2 കിൻഡലിലേറെ വെയിറ്റ്, അങ്ങനെ അല്ലേ? അങ്ങനെയൊക്കെയാണ് അത് പോകുന്നത്. ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തിയ ഒരു അതിന്റെ നാൾ വഴികളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാമോ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് അതിന്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ വന്നീരായിട്ടുള്ള ഉസ്താദിനാണ്. കാരണം ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നതും ഈ ഖുറാനുമായി ബന്ധപ്പെടുന്നതും ഒക്കെ എൻ്റെ ഉസ്താദിലൂടെയാണ്. ഉസ്താദ് സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ ചമ്പറ അലീക്കൽ ദർസ് പഠിക്കുന്ന സമയത്ത് ഏകദേശം ഞാൻ 12 വർഷക്കാലത്തോളം, എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗത്തോളം ഞാൻ എൻ്റെ ദർസ് ജീവിതത്തിലായിരുന്നു. കാരണം വീട്ടിൽ നിന്നും ഏകദേശം 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പടിയിറങ്ങി ദർസിലേക്ക് പോയതാണ്. അങ്ങനെ ദർസും കിതാബും ഖുർആനുമായിട്ട് ഇങ്ങനെ ഇടപഴകി ജീവിച്ചു. അൽഹംദുലില്ലാഹ് അതിനുശേഷം പട്ടിക്കാട് ജാമിയ നൂരിയയിലെത്തി. അങ്ങനെയാണ് അതിൽ ദർസിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതും കാലിഗ്രാഫി പഠിക്കുന്നതും ഉസ്താദിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി. അൽഹംദുലില്ലാഹ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഖുർആന് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. അതിനുശേഷം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പഠിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് ഉസ്താദുമാർ അറിയുകയും അത് ഒരു വലിയൊരു അത്ഭുതമാണ്, അത് ലോകാത്ഭുതങ്ങളിൽ പെടേണ്ട ഒരു സംഭവമാണെന്ന് അതിൻ്റെ ഭാഗമായിട്ട് അവർ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് എത്തുകയും അൽഹംദുലില്ലാഹ് അതിൻ്റെ അറ്റംപ്റ്റൊക്കെ വലിയ ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി തന്നെയായി. അത് പട്ടിക്കാട് ജാമിയ നൂരിയ കാലിക്കറ്റ് ബീച്ചിൽ വെച്ച് നടത്തുകയും അതിലൂടെ എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തു. വലിയ സന്തോഷം. എന്തായാലും അത് ആ ഒറ്റ കാരണത്താൽ ഞാൻ ഈ ഒരു ഫീൽഡിലൂടെ വളർന്നു, അല്ലെങ്കിൽ ഈ മുതല്ലിമായിട്ട് പള്ളി ദർസിലൂടെ പഠിച്ചു എന്നൊറ്റ കാരണത്താലാണ് ഞാൻ ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. സുപ്രഭാതം സ്റ്റോളിന്റെ മുന്നിൽ ജസീമിന്റെ ഒരു കൗണ്ടർ, സത്യത്തിൽ സുപ്രഭാതത്തിനും ഇതൊരു നല്ല നിമിഷമാണ്, അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമാണ്. ഈ ഒരു സമയത്ത് താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്കളുടെ ഭാവി ജീവിതത്തിനും കൂടുതൽ കാലിഗ്രഫിയിൽ കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ.